വിട്, ഞാൻ പൈസ കൊടുക്കുന്നു പറഞ്ഞത് എങ്ങനെ കൊടുക്കുന്നല്ല, അവൻ എന്നെയും ഒരാവശ്യം പറഞ്ഞ് വിളിച്ചാൽ ഞാൻ കൊടുക്കാണ്ടൊന്നും നിൽക്കൂല എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ പൈസ വിട്, പൈസയുടെ വിഷയം വിട്, പൈസ ഒരാൾ ഉണ്ടത് ഞാൻ ഉണ്ടായിട്ട് കൊടുത്തു. ഓൻ ചോദിച്ചല്ല, ഓനെന്നെ ബുദ്ധിമുട്ടിച്ച് വാങ്ങിച്ചല്ല, ഞാൻ ഓനോടുള്ള ഇഷ്ടം കൊണ്ട് അവന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ കൊടുത്തതാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഷിയാസ് കരീമിന്റെ കുറച്ച് അവിഹിത കഥകളും അതുമായി റിലേറ്റഡ് ആയിട്ട് കുറേയധികം വോയിസുകൾ പുറത്തു വരുന്നുണ്ട്. ഷിയാസിന്റെ തന്നെ ഒരുപാട് വോയിസുകൾ നമ്മൾ കേട്ടു. അതായത് ഷിയാസിനെതിരായിട്ട് ഒരു പെണ്ണ് പരാതി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പെണ്ണിൽ നിന്നും ഒരുപാട് ലക്ഷക്കണക്കിന് പൈസയാണ് ഷിയാസ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ കുറച്ചൊരു അവിഹിത ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടാണ് ഇങ്ങനെ പൈസയൊക്കെ കൈമാറിയത്. പക്ഷെ ഏതോ ഒരു സാഹചര്യത്തിൽ ഇവർ തമ്മിൽ എന്തോ കാര്യത്തിന് പിണങ്ങുകയും അതിനുശേഷം ഷിയാസ് കരീം ഈ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി, അതായത് നഗ്ന ചിത്രങ്ങളുണ്ട്, അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും, ഫോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണെ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ ഈ ഒരു പെണ്ണ് പരാതി നൽകി. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ പല കാരണങ്ങൾ പറഞ്ഞ് ഈ പറയുന്ന ഷിയാസ് കരീം ഈ ഒരു പെൺകുട്ടിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അതിന്റെയൊക്കെ വോയിസുകൾ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിയാസ് കരീം ഇതുവരെ ഈ ഒരു വിഷയത്തില് പ്രതികരണം നടത്തിയില്ല. ഈ പെണ്ണ് ആദ്യം പരാതി കൊടുത്തപ്പോൾ ഷിയാസ് വന്നിട്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതായത് ഈ ഒരു സ്ത്രീ 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, ഇവരെ ഞാൻ പീഡിപ്പിച്ചിട്ടില്ല, അങ്ങനെയാ മറ്റതാ മറിച്ചാന്നൊക്കെ പറഞ്ഞ ഒരു കള്ളക്കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി വോയിസുകളെല്ലാം പുറത്തുവിട്ടു. അതായത് ഷിയാസ് കരീം പല സമയത്ത് പല രീതിയിൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് പണം ചോദിക്കുന്നു, ഇവരുടെ റിലേഷനെ കുറിച്ച് പറയുന്നു, അങ്ങനെയുള്ള ഒരുപാട് വോയിസുകൾ നമ്മൾ കേട്ടു. പക്ഷെ ഇതുവരെ ഈ ഒരു പെൺകുട്ടിയുടെ വോയിസ് നമ്മൾ ആരും കേട്ടിട്ടില്ലായിരുന്നു. എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ വോയിസ് ഇപ്പൊ വന്നിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു വോയിസ് കിട്ടുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു വ്യക്തി ഈ ഒരു വിഷയത്തെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു പെൺകുട്ടിയുടെ വോയിസ് കിട്ടുന്നത്. അതിൽ ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. എന്തായാലും അതിന്റെ ഒരു വിശദാംശം എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. ഈ ഒരു വിഷയത്തില് ഒരു വ്യക്തി ഷിയാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ട് ഷിയാസിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും അതിന്റെ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഷിയാസ് കരീമിനെതിരെ ഒരു സ്ത്രീ പീഡന പരാതി കൊടുത്തതിനെ തുടർന്ന് മാധ്യമങ്ങളുടെ കുട്ടിയാഘോഷവും പിന്നെ അതേപോലെ സംഖ്യകളുടെ ആഘോഷം എല്ലാം കഴിഞ്ഞല്ലോ. ഇപ്പൊ പരാതി കൊടുത്തിട്ടുള്ള ആ ഒരു ലേഡിയുടെ വോയിസ് ഔട്ട് ആയിരിക്കുകയാണ്. ഇനി വോയിസ് കേട്ടിട്ട് നിങ്ങൾ തിരുത്തി പറയാം, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ ഷിയാസ് കരീം അങ്ങനെ എല്ലായിരുന്നു, അങ്ങനെ സംഭവിച്ചതല്ലാന്ന്. പിന്നെ ഇതിന്റെ ബാക്കിൽ കളിച്ച പരനാറി ആരാന്നുള്ളത് അതും കൂടി കേട്ടോളൂ. ഇതിൽ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണ് വിട്, ഞാൻ പൈസ കൊടുക്കുന്നു പറഞ്ഞത് എങ്ങനെ കൊടുക്കുന്നല്ല, അവൻ എന്നെയും ഒരാവശ്യം പറഞ്ഞ് വിളിച്ചാൽ ഞാൻ കൊടുക്കാണ്ടൊന്നും നിൽക്കൂല എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ പൈസ വിട്, പൈസയുടെ വിഷയം വിട്, പൈസ ഒരാൾ ഉണ്ടത് ഞാൻ ഉണ്ടായിട്ട് കൊടുത്തു. ഓൻ ചോദിച്ചല്ല, ഓനെന്നെ ബുദ്ധിമുട്ടിച്ച് വാങ്ങിച്ചല്ല, ഞാൻ അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ കൊടുത്തതാണ്. ഞാൻ അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവനോടുള്ള ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ കൊടുത്തതാണ്, അല്ലാതെ അവൻ എന്റെ പിടിച്ചു വലിച്ച് വാങ്ങിയതൊന്നല്ല പൈസ, അല്ലെങ്കിൽ അവൻ എന്നെ പറ്റിച്ച് പൈസ വാങ്ങിയതല്ല എന്നുള്ളതാണ് ആ സ്ത്രീ പറയുന്നത്. ഓക്കെ, അതിന് കൊടുത്തു എന്ന് പോലും പറയരുത്. ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ കൊടുത്തില്ല എന്ന്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാന്നറിയോ, ഞാനൊരു സൈക്കോവാ. ആളൊരു സൈക്കോ ആണെന്ന് അറിയണേ, കോമഡിയാണ്. ഇതിപ്പോ ഇന്നും ഷീബയും കൂടെ പറയിപ്പിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നല്ലാതെ അവൻ എന്നോട് പൈസ വാങ്ങിക്കുന്നു ഒരു സ്ഥലത്തും ഞാൻ പറയൂല. ഇന്നും ഷീബം കൂടി പറയിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നല്ലാതെ അവൻ എന്നെ പൈസ മേടിച്ചോന്ന് ഞാൻ ഒരു സ്ഥലത്തും പറയില്ല എന്ന്. അപ്പൊ ആരൊക്കെ ഇതിന്റെ ബാക്കിൽ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ആരൊക്കെ കൂടിയിട്ട് ആ സ്ത്രീയെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നുള്ളത് മനസ്സിലായില്ലേ? പൈസ നമ്മളതായിരിക്കും, നമ്മളായിട്ട് വിളിച്ചു വരുത്തി കൊടുത്തത്. ഷിയാസ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്ത പൈസയാ. അപ്പൊ പണം വാങ്ങി പറ്റിച്ചതൊന്നല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? ഷിയാസ എടുത്തോ എന്ന് പറഞ്ഞാണ്ട് വിളിച്ചു വരുത്തി കൊടുത്തതാണെന്നാണ് ആ സ്ത്രീ പറയുന്നത്. അവനെ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ച പൈസയൊന്നുമല്ല. പന്നികളൊക്കെ പറഞ്ഞിട്ടാക്കി എന്തൊക്കെയായിരുന്നു? ഭീഷണിപ്പെടുത്തി മേടിച്ചു, ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ചു. അതേ സ്ത്രീയാണ് ആ കംപ്ലൈന്റ് കൊടുത്ത് അതേ സ്ത്രീയെ പറയുന്നത് അവരെന്നെ ഭീഷണിപ്പെടുത്തി മേടിച്ചോന്നല്ലാന്ന്. ഉള്ളിപ്പുണ്ടടാ നായിന്റെ മക്കളെ. പൈസ വാങ്ങിച്ച കഥകൾ ഇങ്ങനെ പറഞ്ഞോടുക്കല്ലേ, ഞാനതില്ലാന്ന് പറഞ്ഞാൽ തീർന്നു. പൈസ വാങ്ങിച്ച കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവന്റെ മേത്ത് കയറണ്ട, ഞാനതില്ലാന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു എന്നുള്ളതാണ് ആ സ്ത്രീ പറയുന്നത്. എന്തൊക്കെയാ ഒരു മനുഷ്യനെ എത്രത്തോളം ഒന്ന് പറയാലോ, ഇതൊക്കെ മനസ്സിലാക്കുക എല്ലാവരും. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഇതിന്റെ ബാക്കിൽ കളിച്ച പരനാറി ആരാന്നുള്ളത് അതും കൂടി കേട്ടോളൂ. ഈ തൊലിക്കാൻ വെറുതെ ഷിയാസെ, നീ നാറുവേ, നിന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത്, നീ പെണ്ണ് പിടിച്ച കേസിൽ നിന്റെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എന്റെ കിടപ്പുണ്ട്. ഇതിൽ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ പരാതി പിടിപ്പിച്ചാൽ മതി, നീ അകത്താണ്. ഒരു ചെറ്റ അല്ലെ ഈ ഒരു അഖിൽമാരാന്ന് പറഞ്ഞാല്, വെറും ചെറ്റ. അദ്ദേഹത്തിനെതിരെ വീഡിയോ ഇട്ട ഓരോ വ്യക്തികളും ഇന്ന് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാണോ? അല്ലെങ്കിൽ തിരുത്തി പറഞ്ഞാണ്ട് അറ്റ്ലീസ്റ്റ് തിരുത്തി പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാണെങ്കിൽ തയ്യാറാണോ? എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ തന്നെ എടുത്ത് ചാടിയിട്ട് ഒരാളങ്ങട്ട് സമൂഹത്തിന് മുന്നിൽ വലിച്ച് കീറാൻ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നല്ലോ. ഇപ്പൊ തിരുത്തി പറയാൻ ഏതെങ്കിലും ഒരൊറ്റ ഒന്ന് തയ്യാറാവോ? ഈ വോയിസ് ഞാൻ ഈ ലേഡിയുടെ ഈ വോയിസ് ഇട്ടിട്ട് എല്ലാ മാധ്യമ ചാനലിലും ഞാൻ വെല്ലുവിളിക്കുക. ഒരൊറ്റ മാധ്യമ ചാനലിൽ ഈ ലേഡി പറഞ്ഞിട്ടുള്ള ഈ വോയിസ് ഇടാൻ തയ്യാറാണോ? എന്തുകൊണ്ടല്ല? എന്തായാലും ഈ ഒരു സഹോദരൻ പറയുന്നത് ഇത് ഷിയാസിനെതിരെ പരാതി കൊടുത്ത ഒരു ലേഡിയുടെ വോയിസ് ആണെന്നാണ് പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ആ ഒരു സഹോദരന്റെ വീഡിയോ എല്ലാം ഞാൻ ബ്ലർ ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആ ഒരു ലേഡി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണം കൊടുത്തത് അവരുടെ ഇഷ്ടപ്രകാരമാണ് കൊടുത്തത്, അത് അവരുടെ ഇഷ്ടം കൊണ്ട് അവർ കൊടുത്താണെന്നാ പറയുന്നത്. പരാതി കൊടുത്തതിൽ വേറെ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ആരൊക്കെ വന്ന് ഷിയാസ് കരീമിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഷിയാസ് ചെയ്തത് തെറ്റ് തന്നെയാണ്.
ഒരു കുടുംബം ഉണ്ടായിട്ടും വീണ്ടും മറ്റൊരു സ്ത്രീയുടെ അടുത്ത് ഇമാതിരി ബന്ധത്തിനൊക്കെ പോയി ആ ബന്ധത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുക, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പൊ ആ ഒരു പെൺകുട്ടി പണം കൊടുത്തു, അത് ശരിയാണ്. പക്ഷെ എന്തിന്റെ പേരിലാണെങ്കിലും പണം കൊടുത്തു. അവർക്ക് ഷിയാസിൽ നിന്നൊരു ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവര് സ്നേഹത്തിലായിരുന്നപ്പോൾ ഉള്ള കുറേയധികം ഫോട്ടോസോ വീഡിയോസോ എന്തൊക്കെയോ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ എന്തൊക്കെയോ വീഡിയോസ് എടുത്തു വെച്ചിട്ട് ഇപ്പൊ പണം കൊടുക്കാതെ വന്നപ്പോൾ ഷിയാസിന്റെ ഒരു ഭീഷണി, അതുകൊണ്ടാണ് ഇപ്പൊ അവര് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ തയ്യാറായത്. ഇനിയിപ്പോ ആരൊക്കെ വന്ന് ഷിയാസ് കരീമിനെ വിളിപ്പിക്കാൻ ശ്രമിച്ചാലും ഷിയാസ് ചെയ്തത് തെറ്റ് തന്നെയാണ്. സ്വന്തം ഭാര്യയോടും കുടുംബത്തോടും ഒക്കെ ചെയ്തത് തെറ്റ് തന്നെയാണ്. അറിഞ്ഞുകൊണ്ടല്ല ഇമാതിരി പരിപാടിക്കൊക്കെ പോയത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഷിയാസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു പുരുഷന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ തൊഴിൽ എന്താണെന്നുള്ളത് അയാൾ പച്ചയ്ക്ക് പറഞ്ഞു, അതായത് പുരുഷവേശ്യ. ആ പുള്ളി തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഷിയാസ് ഈ ഒരു സ്ത്രീയിൽ നിന്നും പണം വാങ്ങിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അറിയില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. എന്തായാലും ഷിയാസിനെതിരെ പരാതി കൊടുത്ത ആ സ്ത്രീക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ഷിയാസ് കരീമിനെ വിളിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, തെണ്ടിത്തരം തന്നെയാണ്. സ്വന്തം ഒരു കുടുംബം ഉണ്ടായിട്ടും അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ ഇവന് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം വെച്ചത്? എത്ര വലിയ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാലും എന്തിനങ്ങനെ ഒരു ബന്ധം വെച്ചു? ബന്ധത്തിന്റെ പേരിൽ എല്ലാ രീതിയിലും അവര് ലിവിങ് റിലേഷനിലൊക്കെ ജീവിക്കുന്നു. അതിനുശേഷം അവരുടെ അടുത്ത് നിന്ന് പണം വാങ്ങുന്നു, എന്നിട്ട് വേറൊരു കല്യാണം കഴിക്കുന്നു. എന്നിട്ട് ആ കല്യാണം കഴിക്കാൻ ആ ഒരു പെണ്ണിന്റെ മഹറിന് വേണ്ടിയിട്ട് ഈ പെണ്ണിന്റെ അടുത്ത് നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നു. എന്ത് തെണ്ടിത്തരവും നാറിത്തരവും ഇവൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവന് എന്താ പറയാ, സമൂഹത്തിന് ഇവൻ എന്തോ വലിയ സംഭവമാണ്, വലിയ ഒരു കോടീശ്വരനാണെന്നുള്ള രീതിയെ എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നക്കാപ്പിച്ച പോലും ഇവന്റെ കയ്യിലില്ല. ഇവൻ ഇതുപോലെ ഓരോ സ്ത്രീകളിൽ നിന്നും വാങ്ങിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. എന്തിനു പറയണം, സ്വന്തം ഭാര്യയെ താലി വാങ്ങാൻ പോലും പൈസ ഇല്ലാഞ്ഞിട്ട് ഈ സ്ത്രീയുടെ അടുത്ത് നിന്ന് പണം വാങ്ങിയാണ് അവൻ ചെയ്തത്. എന്താ ഇതിന് പറയേണ്ടത് എന്താണ്? എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഷിയാസ് കരീമിനെതിരെ പരാതി നൽകിയ ആ ഒരു സ്ത്രീക്ക് തീർച്ചയായും നീതി ലഭിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് അന്വേഷണവും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിക്ക് പോട്ടെ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അടുത്ത അപ്ഡേറ്റ്സ് എന്താണെങ്കിലും അത് തീർച്ചയായും എൻ്റെ ചാനലിലൂടെ ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഷിയാസ് കരീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതോ അയാൾ ചെയ്ത് തെണ്ടിത്തരമാണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുൾ ആണ്. പിന്നെ ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ല. എനിക്ക് എഫ്ഐആർ ഒട്ടും അറിയില്ല. പക്ഷെ ഇത് ഞാനൊരു ഇതാട്ടോ, ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങളെ നിന്നും വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പേ ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവർ എന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു വന്നു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയാണ്. ഞാൻ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എന്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എന്റെ കുടുംബം, എന്റെ എല്ലാ ആളുകളും എന്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എന്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു.